നമുക്ക് പ്രാർത്ഥിക്കാം. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരം ആയിരിക്കട്ടെ. ആമേൻ. ഇന്ന് ദക്ഷിണേന്ത്യ സഭ വിദ്യാഭ്യാസ ഞായറായിട്ട് ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എഡ്യൂക്കേഷൻ ഈസ് ദി മിനിസ്ട്രി ഓഫ് ചേർച്ച് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം സഭയുടെ ഒരു ശുശ്രൂഷ. സഭയുടെ ശുശ്രൂഷകളെ പ്രധാനമായും നാം 3 തലങ്ങളിലായിട്ട് തിരിക്കാറുണ്ട്. ടീച്ചിങ്, പഠിപ്പിക്കുക; പ്രീച്ചിങ്, പ്രസംഗിക്കുക; ഹീലിംഗ്, സൗഖ്യമാക്കുക. ഇതിൽ സഭ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്, ടീച്ചിങ് മിനിസ്ട്രി. മിഷണറി പാരമ്പര്യമുള്ള സഭകളൊക്കെയും അവിടെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതായിട്ട് മിഷണറി ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായി സാധിക്കും. അതിൻ്റെ ശേഷിപ്പാണ് ഇന്ന് പലപ്പോഴും നാം കാണുന്ന സഭയോട് ചേർന്നുള്ളതായ, പള്ളിയോട് ചേർന്നുള്ളതായ പള്ളിക്കൂടങ്ങൾ. ഇന്ന് നാം പഴയ നിയമ വേദഭാഗമായി വായിച്ചു കേട്ട നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്തി എസ്രാ ശാസ്ത്രി അവർക്ക് മോശെ മുഖാന്തരം നൽകിയ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ വായിച്ച് കേൾപ്പിക്കുകയും തുടർന്ന് ആ ന്യായപ്രമാണത്തിൽ വായിച്ചതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നതായിട്ടും ഇന്നത്തെ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നന്മയുള്ളവരായിട്ട് ജീവിക്കുവാൻ, മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ, അങ്ങനെ ദൈവോന്മുഖരാക്കി തീർക്കുവാനുള്ളതായ ഒരു പഠനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ട മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നത് എ ന്യൂ വേ ഓഫ് ലൈഫാണ്. ഒരു പുതിയ ജീവിതക്രമം ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലേഖന പാഠമായി വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള ഭാഗത്ത് വാക്വൈഭവവും പ്രസംഗിക്കുവാനുള്ള ചാതുര്യമുണ്ടായിരുന്ന അപ്പൊല്ലോസിൻ്റെ പ്രസംഗം കേട്ട അക്വിലാസും പ്രിസ്കില്ലയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലെ പോരായ്മകളെ മനസ്സിലാക്കി വിശ്വാസ സംഗതികളെക്കുറിച്ച് അപ്പൊല്ലോസിനെ പഠിപ്പിക്കുന്നതായിട്ടും ആ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. സഭ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനമാണ് ഇന്നത്തെ പാഠഭാഗങ്ങളെല്ലാം പാഠഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അറിവ് നേടുവാനുള്ളതായ മനുഷ്യൻ്റെ ത്വര ജന്മസിദ്ധമാണ്. എന്നാൽ നേടിയ അറിവ് ഗുണകരമായി വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ വിവേകം ആവശ്യമാണ്. വിവേകം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നേടിയ വിവേകത്തെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന തരത്തിൽ അതിനെ അനുഭവമാക്കുവാനായിട്ട് സാധിക്കണം. ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലമുണ്ടായിരുന്നു. ഗുരുവിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന രീതി. പിന്നീട് അത് ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിലേക്ക് വഴിമാറി. ഈ 2 വിദ്യാഭ്യാസ രീതിയിലും ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നതായ ഒരു സമ്പ്രദായമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ വെറും അറിവ് പകർന്നു നൽകുകയല്ല, അറിവിനോടൊപ്പം ഗുരുവിൻ്റെ അനുഭവ സമ്പത്ത് കൂടെ പകർന്നു നൽകി മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്ത്
ഇൻ്റർനെറ്റ് തുടങ്ങിയുള്ളതായ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സജീവമായപ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യം തന്നെ അപ്രസക്തമായിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് ഇന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറിവുണ്ട്, പക്ഷേ വിവേകമില്ല. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ളതായ അജ്ഞാനമില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മൂലം പുതുതലമുറ വഴിമാറിപ്പോകുന്നു എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. അത് തികച്ചും അപകടകരവുമാണ്. ശ്രീ രാമ പരമഹംസൻ പറഞ്ഞൊരു കഥ ഇപ്രകാരമാണ്. 2 സ്നേഹിതന്മാർ ഒരു മാന്തോട്ടത്തിൽ പോയി. 2 പേരും അവിടെ വീണുകിടന്ന പഴുത്ത മാങ്ങകൾ പെറുക്കിക്കൂട്ടി. അതിൽ ഒരാൾ പെറുക്കിക്കൂട്ടിയ മാങ്ങകളുടെ എണ്ണമെടുത്തു. മറ്റേയാൾ പെറുക്കിക്കൂട്ടിയ മാങ്ങകളിൽ നിന്ന് ചിലത് എടുത്ത് വളരെ സ്വസ്ഥമായിരുന്ന് അത് കഴിക്കുകയും ചെയ്തു. അവിടെ ശ്രീരാമ പരമഹംസൻ പറയുന്നത്, എണ്ണിയ സ്നേഹിതന് അറിവ് കിട്ടി, മാങ്ങ കഴിച്ച സ്നേഹിതന് അനുഭവമുണ്ടായി എന്ന്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും അറിവ് സമ്പാദനം മാത്രമല്ല, പിന്നെയോ അതൊരു അനുഭവിക്കലും കൂടിയാണ് എന്ന് അവിടെ പറഞ്ഞു വയ്ക്കും. അതായത് നേടിയ അറിവ് തികച്ചും നന്മയായി തനിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയണമെങ്കിൽ വിവേകമെന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. വിവേകമില്ലെങ്കിൽ വിദ്യ നേടിയതുകൊണ്ട് പ്രയോജനമില്ല. വിവേകം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് വിവേകമുള്ളവരായിട്ട് നാം തീരുന്നത്. അപ്പോഴാണ് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നല്ലതിനെ മുറുകെ പറ്റിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതുപോലെ സങ്കീർത്തനം 111-ന്റെ 11-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ശലോമോൻ രാജാവിൻ്റെ ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ആകിയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നന്മ മാത്രം ലാക്കാക്കി ജീവിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് വളരുവാൻ സഭയെ സജ്ജമാക്കുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗവാക്കാകുവാൻ നമുക്കും ഒരുങ്ങാം, നമ്മുടെ തലമുറയെയും അതിനായിട്ട് ഒരുക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.